നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷുഫലത്തിൽ നമ്മൾ നോക്കുന്നത് അനിഴം നക്ഷത്രത്തിൻ്റെ 2025 വിഷുഫലമാണ്. കൊല്ലവർഷം 1200 അനുസരിച്ച് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വിഷുവിന് ശേഷമുള്ള സമയം സമ്മിശ്ര ഫലങ്ങൾ കൊണ്ടുവരികയും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ജ്യോതിഷപ്രകാരമുള്ള വിശദമായ ഫലങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് തൊഴിൽ, സാമ്പത്തികം ഈ മേഖല നോക്കാം. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടും. പുതിയ ജോലി ലഭിക്കാനോ സ്ഥാനക്കയറ്റം ലഭിക്കാനോ സാധ്യതയും കാണുന്നുണ്ട്. നിലവിലെ ജോലിയിലുള്ളവർക്ക് സ്ഥിരതയും മാനസിക സമാധാനവും ലഭിക്കും. എന്നാൽ ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം. അതായത് പ്രതിഷേധങ്ങൾ, ജോലിഭാരം അതുപോലുള്ളവ. കച്ചവടക്കാർക്ക് ലാഭം പ്രതീക്ഷിക്കാം. ഭൂമി, സ്വർണം, ഇൻഷുറൻസ് തുടങ്ങിയ നിക്ഷേപങ്ങൾ ലാഭദായകമാകും. വിദ്യാഭ്യാസവും കരിയർ സംബന്ധമായ കാര്യങ്ങൾ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഗവേഷണത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ യാത്രയും സാധ്യമാകും. എഴുത്ത്, കല, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ വർദ്ധിക്കും. പുതിയ കോഴ്സുകളിലോ പരിശീലന പ്രോഗ്രാമുകളിലോ പങ്കെടുക്കുന്നത് ഭാവിയിൽ ഉപയോഗപ്പെടും. പ്രണയവും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വിവാഹാലോചനയുള്ളവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ലഭിക്കും. ബന്ധുക്കളുടെ സഹായം പ്രധാനമാകും. വിവാഹിതർക്ക് സാമാന്യം സമാധാനമുള്ള കാലമാണ്. എന്നാൽ പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബ സമാധാനം നിലനിൽക്കും. സഹോദരങ്ങളുമായുള്ള ബന്ധം ദൃഢമാകും. മുതിർന്നവരുടെ ആശീർവാദം ലഭിക്കും. ആരോഗ്യവും നമ്മൾ കൈക്കൊള്ളേണ്ട മുൻകരുതലുകളും. സാധാരണഗതിയിൽ ആരോഗ്യം നല്ലതായിരിക്കും. എന്നാൽ ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് ജലദോഷം, തലവേദന, പനി അതുപോലുള്ളവ. സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ധ്യാനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യും. മൃഗങ്ങളുമായോ അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളുമായോ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ഗ്രഹദശാഫലം പ്രായാനുസൃതം മാറുന്നതാണ്. അത് നമുക്ക് നോക്കാം. 8 മുതൽ 27 വയസ്സ് വരെയുള്ള സമയത്ത് പഠനത്തിൽ തിളക്കമുണ്ടാകും. എന്നാൽ വിവാഹ ജീവിതത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 28 മുതൽ 44 വയസ്സ് വരെയുള്ള സമയത്ത് കരിയറിൽ പുരോഗതി, എന്നാൽ കുടുംബ ബാധ്യതകൾ വർദ്ധിക്കും. 45 വയസ്സ് മുതൽ സാമ്പത്തിക സുസ്ഥിരത, ധാർമ്മിക പ്രവർത്തനങ്ങളിൽ ഏർപ്പാടുകൾ ഇവയൊക്കെ നടക്കും. ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. അഗതികളെയും ദരിദ്രരെയും സഹായിക്കുന്നത് ശുഭമാണ്. ശനിയാഴ്ച ശനി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നതും ഗൃഹദോഷം കുറയ്ക്കും. ഒഴിവാക്കേണ്ടവ അധികം പണം കൊടുക്കൽ, അപകട സാധ്യതയുള്ള യാത്രകൾ ഒഴിവാക്കുക ഇവയൊക്കെ. മാസം തിരിച്ചുള്ള പ്രത്യേകത നോക്കുമ്പോൾ മേടം, ഇടവം അതായത് ഏപ്രിൽ, ജൂൺ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പക്ഷേ ചിലവ് നിയന്ത്രിക്കേണ്ടി വരും. കർക്കിടകം, ചിങ്ങം അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ കുടുംബത്തിൽ സന്തോഷം, എന്നാൽ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുലാം, വൃശ്ചികം ഒക്ടോബർ മുതൽ ഡിസംബർ തൊഴിലിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകും. വിദേശ യാത്രയും സാധ്യമാകും. വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കുക. അഹങ്കാരം ഒഴിവാക്കി സൗഹൃദപരമായി പെരുമാറുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.